ശ്രീ എ സി മെയ്തുവിൻ. സർ. എ സി മെയ്തുവിൻ, അങ്ങേക്ക് 11 മിനിറ്റ്. നന്ദി. നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുക. ഇവിടെ ഒരു നയരാഹിത്യമുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഉണ്ടായത്. പുതിയുഗ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള വാചകങ്ങളും നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. പക്ഷേ ഗവൺമെൻറ് വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളതിൽ ഞങ്ങളുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ 2 LDF ഗവൺമെൻറ്റുകളുടെ കാലത്ത് ആ സത്യപ്രതിജ്ഞകളോട് നിങ്ങൾ കാണിച്ചൊരു സമീപനമല്ല ഞങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളത് ബഹിഷ്കരിച്ചു. പക്ഷേ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമാണ് എന്നുള്ള കാര്യം തുടക്കം കുറിച്ചത്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന നീതിയുക്തമായ കാര്യങ്ങൾക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്തുണയുണ്ടാകും എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളെയും നിർബാധം പിന്തുണയ്ക്കുക എന്നുള്ളതല്ല. വിമർശിക്കേണ്ടവയെ അതിശക്തമായി വിമർശിക്കും. പുറത്ത് ജനങ്ങൾ അണിനിരത്തേണ്ടവയെ ഞങ്ങൾ അണിനിരത്തി നേരിടുകയും ചെയ്യും. സർ, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര നിലപാടുകളോട് വളരെ വിധേയപ്പെട്ടു പോകുന്നൊരു സമീപനം നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? അത് നയപ്രഖ്യാപനത്തിൽ വളരെ വ്യക്തമാണ്. BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെയോ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത് എന്നുള്ളൊരാഗ്രഹം, അതിനനുസരിച്ചുള്ള വാചകഘടനയാണ് നിങ്ങളിതിലൊക്കെ ചേർത്തിട്ടുള്ളത്. ധനകാര്യ ഫെഡറലിസത്തെ സംബന്ധിച്ചും സഹകരണ ഫെഡറലിസത്തെക്കുറിച്ചും 2 വാചകം പറഞ്ഞതൊഴികെ BJPയുടെ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന, സംസ്ഥാനങ്ങളിലെ ഫെഡറലിസത്തെ തകർക്കുന്ന നിലപാടുകൾക്കെതിരായി അവരെ വേദനിപ്പിക്കാത്ത, അവരുടെ പേരിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കാനുള്ള ജാഗ്രത നല്ല പോലെ നിങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾ കേരളത്തെ ബാധിക്കില്ലേ സാർ? അത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട. കർണാടകയിൽ നിങ്ങളുടെ ഗവൺമെൻറ് എന്തിനാണ് ഡൽഹിയിൽ സമരത്തിന് പോയത്? ആ സംസ്ഥാനത്തിനോടുള്ള കേന്ദ്ര അവഗണനയുടെ പ്രശ്നം ഉന്നയിച്ചല്ലേ? ഞങ്ങൾ ആ സമരം കേരളത്തിൽ ഏറ്റെടുത്ത് പ്രതിപക്ഷത്തിനോട് കൂടി ആലോചിച്ച് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഉപരോധ സമാനമായ സാമ്പത്തികമായ ഞെരുക്കൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്നു. എല്ലാ മേഖലയിലും നികുതി വിഹിതത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കാര്യത്തിൽ BJPയുടെ നയങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ സഹായമില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ നിങ്ങൾ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചോ സാർ? നിങ്ങൾ അത്തരമൊരു സമീപനമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സാമ്പത്തിക നയങ്ങളോട്, കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നയങ്ങളോട് വിയോജിപ്പില്ലേ? നേരത്തെ രാവിലത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഊർജ്ജ മേഖലയിൽ, എണ്ണയുടെ മേഖലയിലെ പ്രശ്നം വന്നു. സാർ, അതിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു നിലപാടും ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ എണ്ണയുടെ കരുതൽ തയ്യാറാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച അനാസ്ഥയും, അത് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളില്ലേ? സമ്പദ്ഘടനയെ അത് ബാധിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇപ്പോൾ വ്യാപകമാവുക, അത് ഈ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാത കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കില്ലേ? ആ കാര്യത്തിലും നിങ്ങളൊരു നിലപാട് വ്യക്തമാക്കാതെ പോകുന്നത് ഒറ്റ വാക്കുകൊണ്ട് പോലും BJPയെ എതിർക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുക, ആ BJP നിലപാടുകളോട് പേരിനെങ്കിലും നിങ്ങൾക്കൊരു പ്രതിഷേധം ഈ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണ്ടേ? അതോ അവർ പറയാറുണ്ട് BJPക്കാർ, ഇരട്ട എഞ്ചിനുള്ള സർക്കാർ, അവിടെയും ഇവിടെയും ഒരുപോലെ വന്ന നല്ല വികസനം ഉണ്ടാവുമെന്ന് പറയാം. ആ ഇരട്ട എഞ്ചിൻ്റെ ഒരു ഭാഗമാകാൻ
കേരളത്തിലെ UDF ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ടോ? ഭരണഘടനാ ബാധ്യതയുള്ള ഈ ഫെഡറൽ സംവിധാനങ്ങളോട് ഇത്തരം ഭീകരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളോട് നിങ്ങളിങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നതിൻ്റെ രാഷ്ട്രീയ ഡീൽ എന്താണ് സാർ? ഈ നയപ്രഖ്യാപനം അതല്ല ചൂണ്ടിക്കാണിക്കുന്നത്. ആ രാഷ്ട്രീയ ഡീൽ എന്താണെന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഈ സഭയിൽ, ഇത് തൊട്ട് മുമ്പുള്ള സഭയിൽ ഞങ്ങളുടെ നയപ്രഖ്യാപനം വന്ന് ഗവർണറുടെ പഴയ ബഹുമാനപ്പെട്ട മെമ്പർമാർ ഇതിലുണ്ട്. അതിൽ ഗവർണർ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന, കേരള ജനതയോട് കാണിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങളൊരു വിമർശനം ഉന്നയിച്ചു. ഗവർണർ വായിക്കാതെ വിട്ടുപോയൊരു കാര്യം, മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഗവർണർ വായിക്കാതെ വിട്ടാലും അത് സഭയുടെ രേഖയിലുണ്ടാവും പ്രസംഗമായിട്ട് എന്ന് പറയുകയും അത് ഇന്ന ഭാഗമാണെന്ന് തിരുത്തുകയും ചെയ്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഫെഡറലിസത്തിനുള്ള താല്പര്യം ഉയർത്തിപ്പിടിച്ച് നമ്മൾ കണ്ടില്ലേ സാർ? ഞാനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ സാർ. 2020 നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനത്തിൽ ഒരു ഭാഗം അന്നത്തെ ഗവർണർ വായിച്ചില്ല. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിനോട് വിയോജിപ്പുണ്ട്, ഒരു പോളിസി മാറ്ററല്ല, പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് ഞാനത് വായിക്കുന്നു. ആ വാചകം സാർ, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായ മതേതരത്വത്തിൻ്റെ ഓരോ അംശത്തിനും വിരുദ്ധമാകുമെന്നതിനാൽ പൗരത്വം ഒരിക്കലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിലുള്ള സുപ്രധാന തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ 2019 പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഈ മഹനീയ സഭ ഐക്യകണ്ഠേന പാസാക്കി. ഇതിനെ തുടർന്ന് എൻ്റെ സർക്കാർ ഭരണഘടനയുടെ 131 അനുച്ഛേദത്തിലെ വ്യവസ്ഥകൾ വിനിയോഗിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഒരു ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഇതാണ് ഇഷ്ടമില്ലാതിരുന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം വായിച്ചത്. സാർ, അന്നത്തെ ഗവർണറുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു. ഈ കേരളത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അന്നത്തെ ആ തീരുമാനം എടുപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു സാർ. കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ മുട്ടിലഴയല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ പേര് മാറ്റിയല്ലോ സാർ. VBG റാംജി എന്നുള്ള പേര് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പേര് മാറ്റമാണ്. അതിന് പേര് സാങ്കേതികമായി വേറെ കൊടുത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അജണ്ടയുടെ ഭാഗമായിട്ടുള്ള പേര് മാറ്റമാണ്. ആ പദ്ധതി തകർക്കാൻ നിൽക്കുന്നു. UPA ഗവൺമെൻറ് കാലത്ത് ഇടതുപക്ഷം കൂടി പുറത്തു നിന്ന് പിന്താങ്ങിച്ചപ്പോഴാണ് ആ പദ്ധതി ഉണ്ടായത്. അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സാർ? 20 ലക്ഷം ആളുകൾ കേരളത്തിലില്ലേ? അതിൽ നിങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഒരു വാക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഭാവി? അതെങ്ങനെയാണ് നേരിടുക? 20 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ആ വിഭാഗം ആളുകളും ഈ നയത്തിൻ്റെ, നിങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായി വരില്ലേ? അതിനു പകരം നല്ല ചിരിക്കുന്ന ആളുകളുണ്ടായാൽ മാത്രം മതിയോ സാർ? ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളൊരു നിലപാട് നയത്തിൽ പറയേണ്ടതല്ലേ? അതോടൊപ്പം കേരളത്തിലെ കുടുംബശ്രീ ലോകത്തിന് മാതൃക, അവിടെയും ഇവിടെയും നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ കുടുംബശ്രീയെ സംബന്ധിച്ച് നിലപാടെന്താ? പഴയൊരു നിലപാട് ഞാനത് ചോദിച്ചത്, നിങ്ങളുടെ പഴയൊരു നേതാവ് KPCC പ്രസിഡൻ്റായിരുന്നയാൾ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. സഭയിലില്ലാത്ത ഒരാളാണെന്നുള്ളതാണ് ഞാൻ പേര് ഉപയോഗിക്കുന്നില്ല. ആ നിലപാട് തന്നെ തുടരുകയാണോ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യുക? ഇപ്പോൾ വികസനമില്ലായ്മയെക്കുറിച്ച് പലരും പറഞ്ഞു. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന 40 ആളുകൾ, ആ 40 ആളുകളിൽ അവരുടെ മണ്ഡലത്തിലെ കണക്കൊന്നെടുത്തോ? കിഫ്ബിയെക്കുറിച്ചുള്ള ആക്ഷേപം പറഞ്ഞില്ല. കിഫ്ബിയുടെ ഭാഗമായി എത്ര കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്? ആ കിഫ്ബിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താ? പുറത്തുനിന്ന് കടമെടുക്കാൻ പാടില്ല, ബഡ്ജറ്റിന് പുറത്തു നിന്നുള്ള സമീപനം തന്നെയാണോ? പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിന് ഇങ്ങനെ ഞെരുക്കുമ്പോൾ, കേരളം മുന്നോട്ട് പോകാൻ, കേരളത്തിൽ തൊഴിലവസരം ഉണ്ടാകാൻ, പശ്ചാത്തല സൗകര്യ വികസനം ഒരുക്കാൻ നമ്മൾ സ്വീകരിച്ചൊരു സമീപനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ വിസ്മയകരമായ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കാണിപ്പോൾ അത്. ആ മാറ്റം വികസന രംഗത്ത് കിഫ്ബിയുടെ ഭാഗമായി ഉണ്ടായില്ലേ? എല്ലാ മണ്ഡലങ്ങളിലും ഏതെങ്കിലും രാഷ്ട്രീയ വിവേചനം കാസർഗോഡുള്ള AKM അഷ്റഫിനെ ഉൾപ്പെടെ അനുഭവപ്പെട്ടോ? ആ പദ്ധതി, അതിനോടുള്ളൊരു സമീപനം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താ? പുറത്ത് പത്രങ്ങളിൽ വരുന്ന വാർത്ത
അത് വസ്തുതയാണെന്ന് എനിക്കറിയില്ല. അതിനോട് നിഷേധാത്മകമായൊരു സമീപനമാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെച്ച പദ്ധതികളുടെ ഭാവി എന്താകും? അതൊക്കെ ധവളപത്രത്തിൽ മാത്രം പറയേണ്ട കാര്യമാണോ സാർ? ധവളപത്രം എന്ന് പറയുന്ന ഒരു കാര്യം കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ വരട്ടെ, ജനങ്ങൾ അറിയട്ടെ, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് എതിര് നിന്നിട്ടുണ്ടോ? അപ്പോൾ ആ നിലപാട് സ്വീകരിച്ച് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് ഈ പദ്ധതിയെ നിങ്ങൾ സമീപിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം. ധനകാര്യ ഫെഡറലിസത്തിന്റെ ഈ സ്പിരിറ്റ് തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകളെ സംബന്ധിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയണം. ഇവിടെ നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ നമുക്കായിട്ടുണ്ടാവില്ല. പക്ഷെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഈ 10 വർഷക്കാലം കൊണ്ടൊരു മാറ്റവുമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ആകെ പെശക് എന്ന് പറഞ്ഞിട്ട് ആരെ സംരക്ഷിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു. ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കാണണം. ആ നിലപാട് പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെതാണ്. ഒരു സിസ്റ്റത്തെ ആകെ ഇല്ലാതെയാക്കി നശിപ്പിച്ചുകൊണ്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടല്ല ആരോഗ്യ മേഖലയിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കേണ്ടത്. ആരോഗ്യ മേഖലയിൽ ഒറ്റ മിനിറ്റ് കൂടി സാർ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോളാം. ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളിൽ കുറവുകൾ ഉണ്ടാവാം. കുറവുകൾ നമുക്ക് പരിഹരിക്കണം കേരളത്തിന്റെ ഭാവിക്ക്. അതിനു പകരം ആ സിസ്റ്റമാകെ തകരാറാണ് എന്ന നിങ്ങളുടെ പ്രചരണം സർക്കാർ ആശുപത്രിയിൽ നിന്ന് പാവപ്പെട്ട ആളുകളെ അകറ്റാനാണ് എന്ന് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അതിൽ തെറ്റു പറയാനാവില്ല സാർ. അപ്പോൾ പഴയതിൻ്റെ ഈ കേരളത്തിലുണ്ടായ ഗുണങ്ങൾ, നേട്ടങ്ങൾ, ഈ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, നിങ്ങളുടെ നയം അനുസരിച്ച് അതിൽ മാറ്റം ഉണ്ടാവണം. ഞങ്ങളെതിരല്ല. പക്ഷേ ആ മാറ്റങ്ങൾ എന്താകണം എന്ന് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സമയമാവുന്നുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പോൾ ധവളപത്രം അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നാട്, ഈ കേരളം അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ച് അതിനെ പിന്തുണയ്ക്കുകയും ജനങ്ങൾ അണിനിരത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. ഒറ്റ കാര്യം കൂടി സാർ, കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തെക്കുറിച്ച് നിങ്ങൾ അഹങ്കരിക്കുന്നു. ആ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏത് മഹാരഥന്മാരും കേരളത്തിൽ വീണിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഈ നിയമസഭയിൽ തന്നെ അനുഭവമില്ലേ? 2001-6 കാലത്ത് ഈ കേരളത്തിലെ ഭൂരിപക്ഷം എത്രയായിരുന്നു? ആ ഗവൺമെന്റിൽ മാറ്റം ഉണ്ടായത് ഞങ്ങളുടെ എന്തെങ്കിലും ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ? ഇടതുപക്ഷം കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണോ? ഞങ്ങൾ 17 സീറ്റുമായിട്ട് ഈ അസംബ്ലിയിൽ ഇരുന്നിട്ടുണ്ട്. 17 സീറ്റുമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു 100 വർഷക്കാലത്തേക്ക് ഇനി വെയിലും കൊണ്ട് നടക്കേണ്ടി വരും. വെയിൽ കൊണ്ട് നടക്കാൻ മടിയുണ്ടായിട്ടല്ല. പക്ഷേ 2 വർഷം കഴിയുന്നതിന് മുമ്പ് 950-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സ്റ്റേറ്റാണിത്. ഈ നാടത് കണ്ടതല്ലേ? ഞങ്ങളാ മുഖ്യമന്ത്രിമാരെയൊക്കെ മാറ്റാൻ ഞങ്ങളാണോ ശ്രമിച്ചത്? നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. ഒരു തർക്കമില്ല. അതിനെന്തിനാ ഇങ്ങനെ ഒരു സന്നാഹം ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് ചിരിക്കുന്നയാളായാലും ചിരിക്കാത്തയാളായാലും ദൃഢചിത്തനായാലും മൃദുഭാവമുള്ളയാളായാലും ആരായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അത്തരമൊരു നിലപാടിനെ നിങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു അന്തരീക്ഷത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുകയാണ്, 2001-ന്റെയും 1977-ലെയും തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തിന്റെ അനുഭവം കൂടി കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ച് സാർ ഞാൻ അവസാനിപ്പിക്കുന്നു.